ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൈറ്റ് ബഡ്ലിയ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിന് വേറൊരു പേര് ബട്ടർഫ്ലൈ ബുഷ് എന്നൊരു പേരുമുണ്ട്. കാരണം ഇത് ഒരുപാട് തേനൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ബട്ടർഫ്ലൈസ് ആയിരിക്കും ഇതിൻ്റെ ചുറ്റും. അതുപോലെ തന്നെ തേനീച്ചകളും എപ്പോഴും ഇങ്ങനെ വന്ന് വണ്ടുകളും എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഈ പൂക്കളൊക്കെ ഏകദേശം 2 ആഴ്ച കൂടുതലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു നമ്മുടെ പൂന്തോട്ടത്തിന് നല്ലൊരു അഴകായിരിക്കും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ലാവൻഡർ കളറുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഇതിൻ്റെ വൈറ്റ് വാങ്ങിച്ച് വെച്ചിട്ട് ആദ്യമായിട്ട് പൂവുണ്ടായതാണ്. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറിയൊരു ചെടിയാണ്, പക്ഷെ നിറച്ച് പൂക്കളാണ് വരുന്നത്. ഇതിൻ്റെ ചെറിയ എന്താ പറയുന്ന പൂക്കളാണെങ്കിലും ആ പൂക്കൾക്ക് എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ്. വൈറ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിനകത്ത് 2 കളർ, ഏത് പൂക്കൾക്കും കൂടുതൽ ഭംഗി വരണമെങ്കിൽ അതിനകത്ത് 2 കളർ വരുമ്പോഴായിരിക്കുമല്ലോ ഭംഗി വരുന്നത്. നമ്മുടെ ലാവൻഡർ കളറിനകത്ത് ഒറ്റ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വൈറ്റിനകത്ത് ഇതിൻ്റെ പിന്നെ ചെറിയ ഈ തണ്ടിനൊക്കെ തന്നെ, പൂക്കളുടെ ചെറിയ തണ്ടിനൊക്കെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ വരുമ്പം ഈ പൂക്കൾക്ക് പ്രത്യേക ഒരു ഭംഗി തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ 3-4 വെറൈറ്റി ഉണ്ടെന്നാണ് അറിഞ്ഞത്. വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലാവൻഡറുണ്ട്, പിന്നെ മജന്ത കളറുണ്ടെന്നാണ് അറിഞ്ഞത്. ഇനിയൊരു മജന്ത കളറും കൂടെ സംഘടിപ്പിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. നമ്മുടെ ഒക്കെ ഇതുപോലെ തന്നെ വെറൈറ്റി ചെടികളൊക്കെ കണ്ടുപിടിക്കുകയും നമ്മുടെ വീട്ടിലൊക്കെ നടാനും എനിക്ക് വളരെ താല്പര്യമാണ്. പുതിയ ചെടികളൊക്കെ വെക്കുന്നതിനൊപ്പം തന്നെ ഞാൻ പഴയ ചെടികളും അതുപോലെ തന്നെ വെക്കാറുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ഷേ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ തണ്ടുകൾ നട്ടാൽ മതിയാവും. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫ്രീ എന്ന് തന്നെ പറയാൻ പറ്റും. എപ്പോഴും അധികം ഈ പറഞ്ഞ പോലെ അധികം പരിചരണമൊന്നും വേണ്ട. നല്ല രീതിയിൽ ചാണകപ്പൊടിയും കൊടുത്താൽ മതി, വെള്ളവും കൊടുത്താൽ മതി. പിന്നെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം ഇത് നടാനായിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് അവിടെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ശാഖകളൊക്കെ വന്നിട്ട് പിന്നെയും പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തായാലും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് വിരിയുന്ന സമയത്ത് നല്ലൊരു മണവുമുണ്ട്. ഈ പൂക്കൾക്കൊക്കെ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് അത്യാവശ്യം 2 ദിവസത്തോളമൊക്കെ ഇതിൻ്റെ മണം ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയും ഒരു ഭംഗിയുണ്ട് കാണാനായിട്ടും ഒക്കെ. ഇതിൻ്റെ വേറൊരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്, സ്വീറ്റ് ആൽമണ്ട് എന്ന് പറയുന്നത്. അത് അത്ര ഒരു ഭംഗിയില്ല കാണാനായിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ലാവൻഡർ കളറും കൂടെ ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.